എന്റെ അമ്മോ, നമിച്ചെണ്ണ നമിച്ച്. ഈ അഭിനയം വല്ല സിനിമയിൽ നീ കാഴ്ചവെച്ചിരുന്നെങ്കിൽ നിനക്ക് ഓസ്കാർ. ഷർട്ടൊക്കെ പിടിച്ചു മാറ്റിയിട്ട് കൊടുക്കുന്നു. ലാലേട്ടൻ നോക്കുന്നത് കേട്ടോ സലീംകുമാറിന്റെ. നമസ്കാരം. അങ്ങനെ സലീംകുമാറിന്റെ മരണം കഴിഞ്ഞു. ശരീര പൊതുദർശനത്തിന് വെച്ചപ്പോഴുണ്ടായ പ്രശ്നങ്ങൾ, ഓൺലൈൻ മീഡിയകൾ വന്ന് കാണിച്ച അവരുടെ വൃത്തികേടുകൾ, അവര് ചുട്ട മറുപടി കൊടുത്ത ചന്തു, അതൊക്കെ നമ്മൾ കണ്ടു. നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടു. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഓസ്കാർ അഭിനയം കാഴ്ചവെച്ചുകൊണ്ട് മറ്റൊരു വ്യക്തി വന്നിട്ടുണ്ട്. എൻ്റെ അമ്മേനെ, ഞാനിതാ ഇങ്ങനെ ഇരുന്നു പോയി, ഇതെന്തോന്നടേ ഇതെന്ന്. മറ്റാരുമല്ല, നമ്മുടെ ഇപ്പോൾ എയറിൽ നിന്ന് താഴെ ഇറങ്ങാൻ മടിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും എയറിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്ന നമ്മുടെ തെറിവിളി വീരനായ മറ്റാരുമല്ല, ടിനി ടോം വന്ന് ഈ സലീംകുമാറിന്റെ ഡെഡ് ബോഡി കണ്ടിട്ട് കടന്ന് കരയുന്നത് നിങ്ങൾ കണ്ടോ? നമ്മൾ ആദ്യം നമുക്ക് അത് കണ്ടതിന് ശേഷം നെഞ്ചുപൊട്ടി ഏങ്ങലടിച്ച് കരയാണ്. കാണാം. എന്റെ അമ്മോ, നമിച്ചെണ്ണ നമിച്ച്. ഈ അഭിനയം വല്ല സിനിമയിൽ നീ കാഴ്ചവെച്ചിരുന്നെങ്കിൽ നിനക്ക് ഓസ്കാർ കിട്ടിയേനെ. ഒന്നുമില്ലെങ്കിൽ ഒരു സംസ്ഥാന അവാർഡെങ്കിലും കിട്ടിയേനടാ നിനക്ക്. അമ്മയാണ് ഈ ജനങ്ങൾ, മലയാളികൾ അത്രയ്ക്ക് മണ്ടനാണെന്ന് നീ കരുതരുത് എന്നുള്ളതാണ്. ഇത് ഈ പറയുന്ന ദിലീപോ അല്ലെങ്കിൽ ദിലീപ്, നാദർഷ, മോഹൻലാൽ, മമ്മൂട്ടി അങ്ങനെയുള്ളവരുമായിട്ട് ഈ സലീംകുമാറിന് ഭയങ്കര അടുപ്പമാണ്. ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അവരൊക്കെ ആണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് തോന്നും, ആ ശരി, ഓക്കെ, അവർക്ക് സങ്കടം. ഇവനുമായിട്ട് നിങ്ങൾ ഏതെങ്കിലും പടം കണ്ടു? 1-2 പടം എനിക്ക് ഓർമ്മയില്ല. അത് നീ പോട്ട്. ഈ പുള്ളി പെട്ടെന്ന് മരിച്ച ഒരാളല്ല. അതായത് ഒരു ചെറുപ്പക്കാരനായ ഒരു വ്യക്തി, നമുക്കെല്ലാം പരിചയമുള്ള ഒരാള് പെട്ടെന്ന് ഒരു ആക്സിഡന്റിലോ, നമ്മൾ രാവിലെ കഴിക്കുമ്പോൾ മരിച്ചു, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ മരിച്ച ഒരാളല്ല. വയസ്സായി നമുക്ക് എല്ലാവർക്കും, ഓൾമോസ്റ്റ് ഈ കരയുന്ന എല്ലാവർക്കും ഉടനെ തന്നെ ഈ പുള്ളിയുടെ മരണം ഉണ്ടാവുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. കാരണം അവരുടെ ഓരോ പരിപാടിക്ക് വരുമ്പോൾ പുള്ളിയുടെ ആ ഒരു ആരോഗ്യനില കാണുമ്പോഴൊക്കെ നമുക്ക് മനസ്സായതാണ്. എന്നിട്ട് ഇവിടെ വന്ന് ഈ ഒരു പ്രഹസനം, ഒരു വീഡിയോ കൂടി കാണിച്ചു തരാമേ. ഷീറ്റ് എന്തോന്നിടേ ഇത്? എന്തൊരു ഓവറുണ്ടോ നിങ്ങള്? എന്തൊരു ഓവർ! ആ പുള്ളി പെട്ടെന്നൊരു കയറി ആത്മഹത്യ ചെയ്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് പറ്റി മരിച്ചതോ അല്ല. ആ പുള്ളി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ആനീയനായിട്ടൊരു ഇന്റർവ്യൂവിൽ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വയ്യാതെ ഒരു പട്ടികളെ വന്ന് തിരിഞ്ഞു നോക്കിയിരുന്നു. അപ്പൊ നീ പോയി കണ്ടായിരുന്നോ? ഇത് സത്യം ഞാൻ എഴുതി തരാം, ഇത് അവന്റെ അഭിനയമാണ്. ഇനി എന്തിനു അഭിനയിക്കുന്നു എന്ന് പറഞ്ഞാൽ എയറിലാണ്. അതിൽ അമ്മയുടെ പ്രശ്നമുണ്ടല്ലോ. ഇപ്പം നമ്മുടെ അനുസൃതമായിട്ടുള്ള വിഷയം ഇപ്പം ഫുൾ എയറിലാണ്. എല്ലാവരും എവനായിട്ട് അലക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സലീംകുമാർ മരിച്ചൊരു സ്ഥലത്ത് ഇവിടെ വന്ന് ഇങ്ങനെ കരയുമ്പോൾ, അയ്യോ പാവം, കണ്ട സഹതാപ തരംഗം പിടിച്ചു പറ്റാം, അതോടുകൂടി എൻ്റെ നെഗറ്റിവിറ്റി ഒന്ന് മാറാം, ഞാൻ വളരെ പാവമായിരുന്നു, പിഞ്ചു പൈതലായിരുന്നു, ഒരാൾ പോകുമ്പോൾ ഇത്രയും സങ്കടപ്പെട്ട് കരയുന്നവൻ എന്ത് പാവമായിരിക്കും എന്ന് മറ്റുള്ളവർ കരുതും എന്ന എൻ്റെ ചിന്തയാണത്. പക്ഷെ നീ മനസ്സിലാക്കേണ്ടത്, ഇവിടെ എല്ലാവരും അരിയാഹാരമാണ് കഴിക്കുന്നത് എന്നുള്ളത് ടിനി ടോം മനസ്സിലാക്കണം. നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും. സ്വന്തം വേണ്ടപ്പെട്ടവർ മരിച്ചു കഴിഞ്ഞാൽ നീ ഇങ്ങനെ കരയുമെന്ന് നമ്മൾ കണ്ടില്ല. ഒരുപാട് നമ്മൾ മരണങ്ങളിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അവിടെ ഒന്നും ഇങ്ങനെ കിടന്ന് പൊട്ടിക്കരയുന്ന ഞാൻ കണ്ടിട്ടില്ല. എനിക്കിവിടെ ഒരു വണ്ടറടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സലീംകുമാർ ഒരു ചെറുപ്പക്കാരനല്ല. ഇത്രയും നാളുകൊണ്ട് പുള്ളി ഈ പറയും പോലെ ഈ അസുഖം പേറിക്കൊണ്ട് നടക്കുന്നുണ്ട്. എത്രയെത്ര നമ്മൾ ഇവന്റിൽ എത്രയെത്ര പരിപാടിയിൽ പുള്ളി വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്രയ്ക്കൊട്ടും വയ്യ. അപ്പോൾ നമുക്ക് തന്നെ അറിയാമായിരുന്നു ഉടനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. അത്രയ്ക്ക് ക്ഷീണനായിരുന്നു. ഇതൊക്കെ വന്നിട്ട് അങ്ങനെ ഒരു വയസ്സായി അല്ലെങ്കിൽ വന്ന് മരിച്ചാളുള്ളത് ഇവിടെ വന്നിരുന്ന് ഈ പ്രഹസനത്തിന്, വേമറയ്ക്ക് വേണ്ടി വന്ന് നിന്റെ ഈ പ്രഹസനം കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഇതിനൊരു 2 ആഴ്ച മുമ്പ് ഒരു പരിപാടിക്ക്, മറ്റേ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിക്കുള്ള ഒരു പരിപാടിക്ക് മോഹൻലാലിന്റെ കൂട്ടത്ത് ഈ സലീംകുമാർ വന്നിട്ടുണ്ടായിരുന്നു.
അവിടെ വന്നപ്പോൾ മോഹൻലാല് സലീം കുമാറിനെ നോക്കുന്ന ഒരു രീതിയുണ്ട്. ആ കണ്ണുകളിലുണ്ട് യഥാർത്ഥ സ്നേഹം, യഥാർത്ഥ വേവലാതി, യഥാർത്ഥ സങ്കടം ഒന്നും പറഞ്ഞില്ലെങ്കിലും ആ കണ്ണുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് ഞാൻ അവിടെ വെക്കാം. ഷർട്ടൊക്കെ പിടിച്ച് മാറ്റിയിട്ട് കൊടുക്കുന്നു. ലാലേട്ടൻ നോക്കുന്നത് കേട്ടോ സലീം കുമാറിന്റെ. സലീം കുമാർ അവിടെ നടന്നു വരുന്ന ഭയങ്കര പതുക്കെ 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 നടന്നു വരുന്നത്. വന്നിരിക്കുന്നു. വന്നിരുമ്പോൾ ഷർട്ടൊക്കെ മാറ്റി എടുത്തിട്ട് ഇവൻ ഇങ്ങനെ ശ്വാസം കിട്ടുന്നില്ല സലീം കുമാറിന്. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ ഇരുന്ന ശ്വാസം കിട്ടും. അതുകൊണ്ട് ഇങ്ങനെ നെടുങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് ലാലേട്ടൻ നോക്കുന്നുണ്ട് മുഖത്ത്. ആ കണ്ണുകളിലുണ്ട് ആ ഒരു സ്നേഹം, ആ ഒരു കരുതലൊക്കെ. കരഞ്ഞ് മറ്റുള്ളവരെ കാണാൻ വേണ്ടിയിട്ട് കണ്ണീർ ഒലിപ്പിച്ചിട്ടോ ഏങ്ങി വിളിച്ചിട്ടോ അട്ടഹസിച്ചിട്ടോ ഒന്നും കാര്യമില്ല. അത് ഉള്ളിലായിട്ട് ഉള്ളിൽ നിന്ന് വരണം. മനസ്സിലായോ? ലാലേട്ടൻ നോക്കുന്നത് ലാലേട്ടൻ എന്തൊക്കെ കുശലങ്ങൾ ചോദിക്കുന്നുണ്ട്, മനഃപൂർവ്വം ചോദിക്കുന്നത്. പുള്ളി ഒന്ന് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചോദിക്കും, തമാശ പറയുന്നു പണ്ടത്തെ പോലെയൊക്കെ. അതിനുശേഷം പുള്ളി അവസാനം പുള്ളിയുടെ ആ മുഖം, പുള്ളി ഇങ്ങനെ ചിന്തിക്കുകയാണ് പുള്ളിയുടെ ആ ഒരു അവസ്ഥയിലേക്ക് ഇത്രയും ഇതായിപ്പോയല്ലോ എന്ന് ആ പുള്ളി ചെയ്തു. അപ്പൊ ഈ ഒരു സംഭവത്തിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. മനസ്സിലായോ? ആരാണ് സ്നേഹമാണോ ഇല്ലയോ എന്നുള്ളത് ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇവന്റെ ഫേസ്ബുക്കിനകത്ത് ഈ സലീം കുമാർ ഇട്ട അതിന് വന്ന കമന്റുകൾ അത് നല്ല രസമാണ്. ആ ഈ ടിനി ടോമിനെതിരായിട്ടിട്ട കമന്റുകൾ ഉണ്ട്, അതൊന്നും നമുക്കൊന്ന് വായിക്കാം. ആ, അമ്മയിലെ പ്രശ്നം കവറപ്പ് ചെയ്യാനുള്ള ഉടായിപ്പ് ഒന്ന്. പുല്ല് ഒരാവശ്യത്തിന് കരഞ്ഞാൽ ഒരാവശ്യത്തിന് കരഞ്ഞാൽ കണ്ണീരും വരത്തില്ല. ശരിയാണ്, ഇത്ര ഏങ്ങലടിച്ച് കരയുന്നതല്ലാതെ കണ്ണീര് വരുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഇത് ഇവന്റെ അഭിനയമാണ്. ഇവൻ സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആണെന്നാണ് ഇവന്റെ വിചാരം. അൻസുബ കേസ് കൊടുത്ത് ഒരു ലൈനിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു കരച്ചിൽ നല്ലതാ. ഓവറാക്കാതെ ചങ്ങാതി എന്നുള്ളത്. ഓവറാക്കണ്ട ഡാഷനെ എന്ന് വെച്ചത്. ക്യാമറയ്ക്ക് പോസ്റ്റ് ചെയ്ത് കരയടാ ക്രിമിട്ടോ എന്നാലല്ലേ നാലാള് കാണൂ. ഓവറാക്ക് ഇവൻ ടു കവർ അമ്മ ഇഷ്യൂസ് നൈസ് ഡ്രാമ. അയ്യോ പാവം, സുഖമില്ലാത്തപ്പോൾ ആരും വന്നില്ല എന്ന് ആണിയുമായിട്ടുള്ള അഭിമുഖത്തിൽ സലീം പറഞ്ഞു. ഇത് വെറുതെ. മനസ്സിലായോ? അപ്പോഴൊന്നും ആരും പോയി നോക്കിയിട്ടില്ല. സിനിമാ നടൻ അല്ലേ, ഇതല്ല ഇതിനപ്പുറവും കാണിക്കും. ഇവന്റെ കമന്റ്, ഇവന്റെ മകൻ കഞ്ചാവ് ഓളി വന്നില്ലേ, ഇതാണ് ആര്യയുടെ അഭിനയം. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോഡ് ഇവന്റെ വെറും പട്ടിഷോ മനസ്സിലാക്കുന്നുണ്ട്. ഓവറാക്കി ചളമായി എന്ന് തോന്നുന്നു. അതൊക്കെ ഇതത്രയും ഒരാള് പോലും ആരെങ്കിലും ഇത്തിരി ഗ്ലിസറൈൻ കൊടുക്കുക, ആ പാവം ഒന്ന് കരഞ്ഞ് വിഷമം മാറട്ടെ എന്ന് ഒരാള് പോലും യവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇതിനകത്ത് ഒരു കമന്റ് ഇട്ടിട്ടില്ല എന്നുള്ളത്. അപ്പോൾ താങ്കളുടെ ഉടായിപ്പ് മലയാളികളെ ഇനി പറ്റിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. താങ്കളുടെ ഉടായിപ്പ് എന്താണെന്നുള്ളത് ആൾക്കാർ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. താങ്കളുടെ മനസ്സിലെ വിഷമുണ്ടല്ലോ, മുസ്ലിംസിനെ കാണുമ്പോൾ താങ്കളുടെ ഒരു വിഷം, അവരുടെ DNA ശരിയല്ല, മറ്റത് ശരിയല്ല. ഇപ്പോൾ എന്ത് ഇത് അൻസുബ പുലിയായിട്ട് വന്നുള്ള തെളിവുകളൊക്കെ കൃത്യമായിട്ട് കൊടുത്തപ്പോൾ അങ്ങ് എല്ലാവരും ഇവനെതിരായിട്ട് തിരിഞ്ഞപ്പോൾ അങ്ങ് ഇരുന്ന് ഇനി എങ്ങനെയെങ്കിലും ഈ പറയുന്ന കുറെ വരെ കയ്യിലെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ദിലീപ് ആയിക്കോട്ടെ, ഈവൻ ഇപ്പോൾ പിന്നെ മോഹൻലാലോ മമ്മൂട്ടിയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഹരിശ്രീഷോ, ഇവരൊക്കെ ഒരുപാട് സുഹൃത്തുക്കളായിരുന്നു. ഒരുപാട് പടങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ചവരാണ്. അവരാണെങ്കിൽ പോലും ഞാൻ സംശയിക്കും. കാരണം ഇത് പെട്ടെന്നുണ്ടായ ഒരു വിയോഗമല്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഒരുപാട് നാളായിട്ട് എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, അറിയാമായിരുന്നു, നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു മരണമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്രയും അവരുടെ വീട്ടുകാർ പോലും ഇതിലെ പൊട്ടിക്കരണ് ഞാൻ കണ്ടിട്ടില്ല. അവിടെ മകനോ അമ്മ ഇടയ്ക്ക് ലാസ്റ്റ് ഓടി ദഹിപ്പിക്കാൻ സമയത്ത് കുറച്ച് പൊട്ടിക്കരഞ്ഞു എന്നുള്ളത്. കാരണം അവരൊക്കെ ഇത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഇത് എൻ്റെ അമ്മ എന്നാ ഓസ്കാറാണ്. നീ ഇത് വീണ്ടും നീ എയറിലോട്ട് പോയേതുള്ളൂ. നിങ്ങൾ അഭിപ്രായം മസ്റ്റേ കമന്റ് നമുക്ക് വീണ്ടും കാണാം. വിശേഷം.